പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെയധികം സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് പാറ എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. അതായത് ഇടുക്കിയിൽ നിന്നും തങ്കമണി പോണ റൂട്ടിൽ സെൻട്രലായിട്ട് വരും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ടായിട്ട് വന്നതല്ല, ഇവിടെ എത്തിപ്പെട്ടു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ സത്യം കേട്ടോ. ഇടുക്കി ഗ്രൗണ്ടിൽ നിന്ന് മഹേഷിൻ്റെ പ്രതികാരം സിനിമയുടെ ലൊക്കേഷൻ എല്ലാം കവർ ചെയ്ത് നേരെ നമ്മൾ പ്രകാശിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ പോണ സമയത്ത് താഴെ നിങ്ങൾക്ക് റോഡ് കാണാൻ സാധിക്കില്ല. ഓക്കെ, ആ വഴി പോന്നു കഴിഞ്ഞപ്പം അങ്ങ് ദൂരെയായിട്ട് വലിയൊരു പാറ കണ്ടു. അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ ഇത് ഏത് പാറയാണെന്നോ എങ്ങനെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും തന്നെ അറിയത്തില്ല. അപ്പം ബിൽബി പറഞ്ഞു ചുമ്മാ ഒന്ന് നമുക്കൊന്ന് കയറിപ്പോയി നോക്കിയാലോ എന്നൊരു പ്ലാനിങ് ഇട്ടു. അങ്ങനെ നമ്മൾ നേരെ വന്നു കഴിഞ്ഞപ്പം പാണ്ടിപ്പാറ ഞാൻ എന്താന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പി കേട്ടോ. ഇത്രയും മലനിരകൾ ഞാൻ വേറെ ഒരിടത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇടുക്കിയിൽ നിന്നും തങ്കമണി പോണ റൂട്ടിൽ സെൻട്രലായിട്ട് വരും കേട്ടോ. കറക്റ്റ് ഡീറ്റെയിൽ നമുക്ക് പിന്നെ പറയാം. ഓക്കെ, പാണ്ടിപ്പാറ എന്ന സ്ഥലമുണ്ട്. പാണ്ടിപ്പാറയെന്ന് ലെഫ്റ്റ് വഴി കയറി പോന്നാൽ മതി കേട്ടോ. ഇതൊരു കുരിശു പാണ്ടിപ്പാറ പള്ളിയുടെ കുരിശുമല. ഓക്കെ, പാണ്ടിപ്പാറ പള്ളിയുടെ കുരിശുമല കയറുന്ന ഒരു സ്ഥലം കേട്ടോ. ഏകദേശം ഒരു 200 നമുക്ക് ഈ നിരപ്പായ പാറയിൽ കൂടെ തന്നെ വരാം. താഴേക്ക് ഹെവി എത്ര അടി അതന്നെ ഭയങ്കര അപകടം കേട്ടോ. കാരണം വെച്ചാൽ കൈവിരിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇവിടുന്നത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പം ദൂരെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കയറി കിടക്കുന്ന കാഴ്ച കണ്ടോ. ഇതേ ദൂരെ ആ വെള്ള കളർ കണ്ടോ. അതാണ് നമ്മുടെ ഇടുക്കിയുടെ അഭിമാനവും അഹങ്കാരവുമായ ആർച്ച് ഡാമാണ് അതേ കാണുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കയറി നമുക്ക് വിദൂരതയിൽ നമ്മുടെ ആർച്ച് ഡാം കാണുമ്പോൾ തന്നെ നമുക്കൊരു അഭിമാനം കേട്ടോ ശരിക്കും പറഞ്ഞാൽ. കാരണം അത് മാത്രമല്ല, ഇതിപ്പോൾ നല്ലൊരു ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് ഇവിടെ തൊട്ട് നമ്മൾ തുടങ്ങുവാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ തൊട്ട് നമുക്ക് വ്യൂ ആണ്. അവിടെ തൊട്ട് കറങ്ങി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുറച്ച് അപ്പുറത്തേക്കും കൂടെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സൈഡിൽ വ്യൂ കൂടെ കിട്ടും. കണ്ടില്ല. പക്ഷെ ഇവിടെ ചേച്ചി പറഞ്ഞത് ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ വന്ന് പോകുന്നതാണ്. കണ്ടില്ല. നമ്മളൊരു ഉച്ച സമയത്താണ് വന്നത്, അതുകൊണ്ടാണ്. അത് മാത്രമല്ല, നമുക്കിപ്പോൾ ഈ കൊറോണയും കാര്യങ്ങളായതുകൊണ്ട് ഇപ്പം ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ ട്രാവലൊക്കെ എല്ലാവരും കുറച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ആളുകളെ ഒന്നും കാണാൻ സാധിച്ചില്ല. പാണ്ടിപ്പാറ പള്ളിയുടെ നോമ്പ് കാലത്ത് കുരിശുമല കയറുന്ന പാറയും കൂടെയാണിത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇവിടെ ഒരു കുരിശ് കാണാനുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഇവിടെയാണെന്ന് തോന്നുന്നുണ്ട് കുർബാനയൊക്കെ നടക്കണം. ആ സമയത്ത് ആയിരിക്കാം ഇവിടെ ചെറിയൊരു ചാപ്പൽ പോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അവിടെയായിട്ട് മെയിൻ ഒരു കുരിശ് കാണാം. അതുപോലെ തന്നെ ചെറിയൊരു വാട്ടർ ടാങ്കും ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പം അത് മാത്രമല്ല, നമുക്ക് ഈ ഒരു പാറയുടെ മുകളിലാണ് നമുക്ക് ഇതിൻ്റെ അടുത്തൊക്കെ പിള്ളേരുടെയും ചേച്ചിമാരുടെയൊക്കെ സൗണ്ടൊക്കെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇതിനോട് അടുത്ത് ആൾതാമസമൊക്കെ ഉള്ള കേട്ടോ. അത് മാത്രമല്ല, നമുക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ ഒരു പാറയുടെ പൊക്കത്ത് കയറി നിൽക്കുമ്പം ഇത് കാണുന്നവർ ചിലപ്പോൾ വിചാരിച്ചേക്കാം വണ്ടി കയറി പോകുമോ. അതിപ്പോൾ ഞങ്ങളും താഴെ നിന്ന് വിചാരിച്ചാൽ നടന്ന് കയറി പോകേണ്ടി വരുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഒരു സംശയവും വേണ്ട, നമുക്ക് വണ്ടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് ഈ പാറയുടെ പൊക്കത്ത് നമുക്ക് വണ്ടി കയറ്റാൻ സാധിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു ഡൗട്ടേ വേണ്ട, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് പോരാട്ടോ.
ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു ചെറിയ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തൊരു എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ, ടാറ്റാ.